പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദനഹാകാലത്തിന്റെ ഒന്നാമത്തെ ശനിയാഴ്ചയായ ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഈശോയുടെ അടുത്തേക്ക് സ്നാപയോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അയക്കുന്നു. ജയിലിൽ കിടക്കുമ്പോഴാണ് സ്നാപയോഹന്നാൻ ഇങ്ങനെ ചെയ്യുന്നത്. സ്നാപയോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നയാളാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിൻ്റെ, വിഷമത്തിൻ്റെ, തടവിലാക്കപ്പെട്ടതിൻ്റെ ഒരവസരം വന്നപ്പോൾ അദ്ദേഹം പോലും ഈശോയിൽ ഒരു വേള സംശയിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. അദ്ദേഹം ശിഷ്യന്മാരെ അയച്ചു ചോദിക്കുന്നു, വരാനിരിക്കുന്നയാൾ നീ തന്നെയാണോ? ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ, ദൈവം നമുക്ക് അകലെയാണെന്ന് തോന്നുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തിയും വലിപ്പവും ഒക്കെ കുറഞ്ഞുവെന്ന് തോന്നും. ഒരു ചെറിയ കഥയുണ്ട്. ഒരിക്കലൊരു കുട്ടി പിതാവിനോട് ചോദിക്കുന്നു, വിമാനത്തിൻ്റെ വലിപ്പം എത്രയാണ്? അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീടിന് മുകളിൽ കൂടി വിമാനം കടന്നു പോകുന്ന ശബ്ദം കേട്ടു. രണ്ടുപേരും പുറത്തിറങ്ങി മുകളിലേക്ക് നോക്കിയപ്പോൾ അങ്ങ് അകലെ ആകാശത്തിൽ പൊട്ടുപോലെ ചെറിയൊരു കാര്യം കണ്ടു. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി, അതാണ് വിമാനത്തിൻ്റെ അകലം, വലിപ്പം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അവരുടെ ഒരു സുഹൃത്തിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ പോയപ്പോൾ തൊട്ടടുത്ത് എയർപോർട്ടിൽ കിടക്കുന്ന ഭീമാകാരനായ വിമാനം കണ്ടു. അപ്പോൾ കുട്ടി ചോദിച്ചു, ഇതാണോ വിമാനത്തിൻ്റെ യഥാർത്ഥ വലിപ്പം? അപ്പോൾ പിതാവ് പറഞ്ഞു, നീ ഇപ്പോൾ വിമാനത്തോട് വളരെ അടുത്താണ്, അതുകൊണ്ട് നിനക്ക് വിമാനത്തിൻ്റെ യഥാർത്ഥ വലിപ്പം കാണാൻ പറ്റുന്നു. ദൈവത്തിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ദൈവത്തിലും നമ്മൾ അകലെ ആയിരിക്കുമ്പോൾ ദൈവം ചെറുതാണെന്നും ദൈവത്തിൻ്റെ ശക്തി കുറവാണെന്നും ഒക്കെ തോന്നാം. ദൈവത്തോട് അടുത്ത് വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ വലിപ്പവും ദൈവത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ ജീവിതത്തിൽ വരുന്നത്. നമുക്ക് സ്നാപയോഹന്നാൻ്റേതുപോലെ സംശയം തോന്നുന്ന അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകമായി ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഇന്നത്തെ ദിവസം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിലായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലോ പ്രയാസങ്ങളിലോ ദുഃഖങ്ങളിലോ ഒന്നും അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കാനും അങ്ങയുള്ള വിശ്വാസത്തിന് കുറവ് വരാതിരിക്കാനും അങ്ങയുടെ വലിപ്പം ഞങ്ങൾക്ക് ഹൃദയത്തിൽ കുറഞ്ഞു പോകാതിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. എപ്പോഴും അങ്ങയോട് ചേർന്ന് നിൽക്കാനും അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കാനും അങ്ങയെ സംശയിക്കാതിരിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.